ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവം അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡിഎംഒയുടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മ്ലാവിറച്ചി കഴിച്ചുവെന്നാരോപിച്ച് അറസ്റ്റ്. പേരാമ്പ്ര സ്വദേശികൾ ജയിലിൽ കിടന്നത് 39 ദിവസം. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ തീപിടുത്തം. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടിച്ചു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. നെല്ലിക്കുന്ന് പള്ളിക്ക് എതിർവശം BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിന് തീപിടിച്ചു. മഴ കനത്തതോടെ ഗുരുവായൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവർട്ടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയലക്കുന്ന് വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ചാലക്കുടിയിലെ സ്വകാര്യ ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. നഗരസഭാ അധികൃതരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. മണ്ണിടിഞ്ഞുപോയ റോഡരികിലെ 50 മീറ്റർ ദൂരം അടിയന്തരമായി സുരക്ഷിതമാക്കാൻ നിർദ്ദേശം. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നിടത്തിനടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. വാർത്തകൾ വിശദമായി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിഎംഒയെ ചുമതലപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചിരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ കുറ്റിച്ചിറ വൈലാത്തറ വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 33 വയസ്സുള്ള സിനീഷാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അനസ്തേഷ്യ നൽകിയതോടെ യുവാവ് അസ്വസ്ഥനാവുകയും തുടർന്ന് ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു. ബന്ധുക്കൾ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. അനസ്തേഷ്യ കൊടുത്തതിന്റെ അപാകതയാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സിനീഷിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ചതോടെയും കളക്ടർ അന്വേഷണത്തിന് ഡിഎംഒയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഡിഎംഒ സ്ഥലത്തെത്തിയെങ്കിലും മരണത്തിന് കാരണക്കാരായവരെ സസ്പെൻഡ് ചെയ്യണമെന്ന നിലപാടിലായി ബന്ധുക്കൾ. ഇതേ തുടർന്ന് സബ് കളക്ടർ അഖിൽ വി മേനോൻ സ്ഥലത്തെത്തി ചർച്ച നടത്തി. കുറ്റക്കാരെ മാറ്റി നിർത്തി നിയമപരമായ അന്വേഷണം നടത്തുമെന്നും സിനീഷിന്റെ 2 മക്കളുടെ പഠനച്ചിലവ് ഏറ്റെടുക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചതോടെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഫോറൻസിക് HOD ഡോക്ടർ ഉന്മേഷ് പോസ്റ്റ്മോർട്ടം നടപടികൾ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് അറിയിച്ചു. വീഡിയോഗ്രാഫർ എത്താൻ വൈകിയതോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാൻ വൈകാൻ കാരണമായി. സിനീഷിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് ചാലക്കുടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളം മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ പ്രസവത്തിനിടെ മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം കബറടക്കി. എരമംഗലം സ്വദേശി മുഹമ്മദ് ഹിഷാം സജിന ദമ്പതികളുടെ കുഞ്ഞാണ് പ്രസവത്തിനിടെ വെള്ളിയാഴ്ച മരണപ്പെട്ടത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന സജിന ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കണ്ടു. എരമംഗലത്തെ ഹിഷാമിന്റെ വീട്ടിലെത്തിച്ച മൃതദേഹം കബറടക്കി. കുന്നംകുളം മരത്തംകോട് അൽ അമീൻ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ചത്. സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ജൂൺ 7-നും അൽ അമീൻ ആശുപത്രിയിൽ പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങിയ പഴയന്നൂർ സ്വദേശിനിയായ രമ്യശ്രീ എന്ന യുവതിയും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മരിച്ചിരുന്നു. ചാലക്കുടിയിൽ വ്യാജ മയക്കുമരുന്ന് കേസിൽ ശിക്ഷയനുഭവിച്ച ഷീല സണ്ണിക്ക് സമാനമായി മറ്റൊരു കേസും കൂടി. വീട്ടിൽ നിന്നും മ്ലാവിന്റെ മാംസം പിടികൂടിയെന്നാരോപിച്ച് വനം വകുപ്പെടുത്ത കേസിൽ വഴിത്തിരിവ്. 39 ദിവസം ജയിലിൽ കിടന്ന പേരാമ്പ്ര സ്വദേശികൾ നിരപരാധികളെന്ന് വ്യക്തമാകുന്നു. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് പരിശോധനാഫലം പുറത്തുവന്നു. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയുടെ ഫലം 3 ദിവസം മുൻപാണ് പുറത്തുവന്നത്. പശുവിന്റെ മാംസമായിരുന്നു കണ്ടെടുത്തതെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. പേരാമ്പ്ര സ്വദേശി ജോബിയുടെ വീട്ടിൽ നിന്നും 2024 സെപ്റ്റംബർ 30-നാണ് ചാലക്കുടി ഡിവൈഎസ്പി മാംസം കണ്ടെടുത്ത് വനപാലകർക്ക് കൈമാറിയത്. തുടർന്ന് 6 പേരെ മുപ്ലിയം ഫോറസ്റ്റ് അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ പരിശോധനാഫലം പുറത്തുവന്നതോടെ കേസിലെ 2ാം പ്രതിയായിരുന്ന ചാലക്കുടി മേച്ചിറ സ്വദേശി കാര്യാടൻ വീട്ടിൽ സുജേഷ് എന്ന കണ്ണൻ നിയമപോരാട്ടത്തിനൊരുങ്ങുകയാണ്. ഞാനിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർമാരെ ഇതെല്ലാം
ഇത് പശുവിൻ്റെ ഇറച്ചിയാണ്, ബീഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾക്കറിയാം, തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജോബിനെ അങ്ങോട്ട് മാറ്റി നിർത്തി എന്നെ മാനസികവും ശാരീരികവുമായിട്ട് ഉപദ്രവിച്ച് എന്നെ അടിച്ചേൽപ്പിച്ചു ആ കേസ്. എന്നിട്ട് അവർ തന്നെ എൻ്റെ നിന്ന് കുറേ എഴുതി മേടിച്ചിട്ടുണ്ട്, കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. വീണ്ടും കള്ളക്കേസിൽ കൊടുക്കാനുള്ള പേടിയുണ്ട് എനിക്ക്. എന്നാലും എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരമാവധി നോക്കുന്നത്. രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചും ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. സാമ്പാടിയർ എന്നുള്ള ഇനത്തിൽപ്പെട്ട മ്ലാവിനെയാണ് ഇവർ വേട്ടയാടിയെന്നാണ് ഫോറസ്റ്റിൻ്റെ കേസ്. എന്നാൽ ഷെഡ്യൂൾ 1 പെടുന്ന വന്യമൃഗമല്ല, ഗോസ്റ്റ് ടോറസ് ഇനത്തിൽപ്പെടുന്ന കന്നുകാലിയാണെന്നുമാണ് ആ പരിശോധന ഫലത്തിലൂടെ കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 35 ദിവസക്കാലം ഇവർ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അടുത്ത നടപടി എന്ന രീതിയിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുവാനും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ കുറ്റക്കാരായിട്ടുള്ള മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ചുമട്ട് തൊഴിലാളിയായ കണ്ണന് കേസിൽ കുടുങ്ങിയത് മൂലം ഇപ്പോൾ ജോലിയില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള കലഹത്തിൽ ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തു. ഒരു ജോലിയില്ലാണ്ട് ഇപ്പോൾ രാത്രി ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുടുംബം ഭയങ്കര പട്ടിണിയിലാണ്. ഞാൻ ആകെ ഒരു ഏക മകനാണോ, അച്ഛനമ്മ 2 കുട്ടികൾ. 10 മാസമായിട്ട് എന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ ജോലി എനിക്ക് തിരിച്ചു തരണം. തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കശാപ്പ് ജോലിയുടെ ഭാഗമായി നല്ല ഉരുക്കളുടെ മാംസം കിട്ടിയാൽ പലർക്കും എത്തിച്ചു നൽകാറുണ്ടെന്ന് ഇയാൾ പറയുന്നു. ഒരു തവണ ലഭിച്ച പശുവിന്റെ മാംസമാണ് ജോബിക്ക് നൽകിയത്. വിനോദയാത്രയ്ക്ക് പോയിരുന്ന ജോബി മഞ്ഞളും ഉപ്പും തേച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന പശുവിന്റെ മാംസമാണ് മ്ലാവിൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് ചാലക്കുടിയിലെ അന്നത്തെ ഡിവൈഎസ്പി പിടികൂടി വനം വകുപ്പിന് കൈമാറിയത്. TCV ചാലക്കുടി. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടുത്തം. അടുക്കളയിൽ വെച്ചിരുന്ന എണ്ണയ്ക്കാണ് തീപിടിച്ചത്, ആളപായമില്ല. താഴത്തെ നിലയിലെ ബർഗർ ഷോപ്പിലാണ് അഗ്നിബാധയുണ്ടായത്. തീപിടുത്തത്തെ തുടർന്ന് മാളിലെ മുഴുവൻ ജീവനക്കാരെയും സുരക്ഷാ നടപടികളുടെ ഭാഗമായി പുറത്തിറക്കിയിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ചെറുതുരുത്തി സെന്ററിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. പാഞ്ഞാൾ സ്വദേശി സുബ്രഹ്മണ്യന്റെ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. പുക ഉയരുന്നത് കണ്ട് ബൈക്ക് നിർത്തി ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നെല്ലിക്കുന്ന് പള്ളിക്ക് സമീപം BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ VV ജിമോദ്, B ദിനേശ്, യദു, ആദർശ്, സുധീഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മഴ കനത്തതോടെ ഗുരുവായൂരിലെ വെള്ളക്കെട്ട് രൂക്ഷമായി. മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി റോഡിലും മല്ലാട് ഓവുങ്ങൽ റോഡിലും വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു. ഇരുചക്ര വാഹനങ്ങൾക്കും ചെറുവാഹനങ്ങൾക്കും കടന്നുപോകാനാകാത്ത സ്ഥിതിയായി. വലിയ തോട്ടും കാനകളും നിറഞ്ഞൊഴുകി. വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങൾ കേടായി. മാണിക്കത്തുപടി, പേരകം, പൂത്തമ്പല്ലി എന്നീ പ്രദേശങ്ങളിൽ ചെറുമഴ പെയ്യുമ്പോഴേക്കും റോഡുകൾ വെള്ളത്തിലാവും. കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും തോടുകളുടെ വീതി കുറഞ്ഞതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയിലും പാവർട്ടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. പാവർട്ടി വിളക്കാട്ടുപാടം നീലങ്കാവിൽ റോബർട്ടിന്റെ വീടിനു മുകളിലെ ഷീറ്റ് പറന്ന് അയൽവാസിയുടെ വീടിനു മുകളിൽ പതിച്ചു. കുരിയാക്കോട്ട് ശാന്തയുടെ വീടിനു മുകളിൽ സമീപത്തെ പ്ലാവ് കടപുഴകി വീണു. ആനയെടുത്ത് മോഹനന്റെ വീടിനു മുകളിൽ പാഴ്മരം വീണു. നെയ്യൻ വിൻസെന്റിന്റെ വീട്ടിലെ മരങ്ങളും പാടൂർ ജമാലിയ മസ്ജിദിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പാഴ്മരം വീണു. കലശമല ഇക്കോ ടൂറിസം കുന്നിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് 20ഓളം കുടുംബങ്ങൾ. മഴ കനത്താൽ മാറി താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ബോർഡ് പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചു. പോർക്കുളം, ചൊവ്വന്നൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഈ ഭാഗത്ത് 3 വർഷം മുൻപ് റോഡ് നിർമ്മിച്ചിരുന്നു. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വലിയ പാറയാണ് ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നത്. പാറയ്ക്കിടയിൽ വളർന്ന വലിയ മരം മൂലം ഏത് നിമിഷവും പാറ പൊട്ടി വീഴുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ ഭാഗത്ത് മണ്ണിടിയുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. റോഡിന്റെ താഴ്ഭാഗത്തായി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3 സെന്റ് ഗ്രാമത്തിൽ 20ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞപ്പോൾ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഈ ഭാഗത്ത് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു.
എന്നാൽ വർഷമൊന്നു കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. പാറ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. മാള അഷ്ടമിച്ചിറയിൽ പുളിയിലക്കുന്നിൽ ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. കൂട് പൊളിച്ച് അകത്തു കടന്ന ജീവി ആടുകളിൽ ഒരെണ്ണത്തിനെ ഭാഗികമായി ഭക്ഷിച്ചു. വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് ആക്രമിച്ചത്. ഇവർക്ക് 3 കൂടുകളിലായി 12 ആടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു കൂട്ടിലെ ആടുകളെയാണ് കൊലപ്പെടുത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അമ്പഴക്കാട് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ച സമാനതകൾ പുളിയിലക്കുന്നിലെ സംഭവത്തിലും കാണുന്നുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ സൂചിപ്പിച്ചു. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ഹലോ, ഫുൾ A+. കൺഗ്രാചുലേഷൻസ്. വെട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. അതിന് പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണ്ടേ? ചെലവ് എത്രയാന്ന്? അതിന് അപ്പ കടന്നു ഓടിയിട്ട് കാര്യമില്ല. KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം ഇപ്പൊ തന്നെ. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. പൈലറ്റെ, സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട്. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. വാർത്തയിലേക്ക്. മണ്ണെടുത്ത അഗാധമായ കുഴിയിലേക്ക് ഓഫീസ് കെട്ടിടം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ചാലക്കുടിയിലെ കോണ്ടിനെന്റ് ഗ്രൂപ്പ് അക്കര ഷോപ്പിംഗ് കോംപ്ലക്സ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭാ അധികൃതർ തടഞ്ഞു. മണ്ണിടിഞ്ഞുപോയ റോഡരികിലെ 50 മീറ്റർ ദൂരം അടിയന്തരമായി സുരക്ഷിതമാക്കണമെന്ന് നഗരസഭാ സെക്രട്ടറി നോട്ടീസിൽ നിർദ്ദേശം നൽകി. മണ്ണിടിഞ്ഞ് മറ്റു 3 ഭാഗങ്ങളിലും സുരക്ഷാ സംവിധാനം ഒരുക്കിയ ശേഷമേ മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനി NOC നൽകുകയുള്ളൂ എന്ന് നഗരസഭ വ്യക്തമാക്കി. സൈറ്റ് ഓഫീസ് ഇടിഞ്ഞു വീണതിന് 60 അടി താഴ്ചയിൽ ഉൾഭാഗത്ത് വൻതോതിൽ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട്. ഇതേ തുടർന്ന് സൌത്ത് ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ റോഡിൽ ചാലക്കുടി തഹസിൽദാർ ഗതാഗത നിയന്ത്രണം നിർദ്ദേശിച്ചു. എത്രയും വേഗം കോൺക്രീറ്റിംഗ് ചെയ്തില്ലെങ്കിൽ പൈലിംഗിനായി മണ്ണെടുത്ത 4 ഭാഗങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്കും ഇത് ഭീഷണിയായിട്ടുണ്ട്. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർക്കോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത്. കിഫ്ബി പദ്ധതിയിൽ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ 33.14 കോടി രൂപയാണ് അനുവദിച്ചത്. ആകെ 3 പാലങ്ങളാണ് പദ്ധതിയിലുള്ളത്. യുവാർ പ്രദീപ് MLA ആയിരിക്കുമ്പോൾ 2017-18 കാലഘട്ടത്തിലാണ് കിഫ്ബിയിൽ നിന്ന് 19 കോടി രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. പിന്നീട് K രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കി. 1.609 ഹെക്ടർ ഭൂമിയാണ് പാലത്തിനായി ഏറ്റെടുത്തത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 6.27 കോടി രൂപ നഷ്ടപരിഹാര തുകയും നൽകി. നിലവിൽ പാലങ്ങളുടെ ഇരുഭാഗത്തെയും റോഡിൽ ആദ്യഘട്ടത്തിലെ DBM ടാറിംഗ് നടത്തി. 194 മീറ്റർ നീളമുള്ള പാടത്തിനു മുകളിലുള്ള പാലത്തിന്റെയും മൈനർ കനാൽ പാലത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു. കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളിക്കാരുടെ സ്വപ്ന പദ്ധതിയായ പാലം 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. TCV തിരുവില്ലാമല. ഇരിങ്ങാലക്കുട കാട്ടൂർ വഴി തൃപ്രയാറിലേക്ക് സർവീസ് നടത്തുന്ന ബസ് ഉടമകൾ തമ്മിലുള്ള തർക്കത്തിന് പരിഹാരമാകുന്നു. RTO ജയേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് താൽക്കാലിക പരിഹാരമായത്. ഏറെ നാളായി ഈ റൂട്ടിൽ സമയത്തെ ചൊല്ലി ബസ് ഉടമകളും ജീവനക്കാരും നിരന്തരം തർക്കമുണ്ടായിരുന്നു.
ഇതേ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ പ്രശ്നത്തിലിടപെടുകയും സമയക്രമം പാലിക്കാനായി കർശന നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ഈ റൂട്ടിൽ ഉദ്യോഗസ്ഥർ സമയക്രമം നിശ്ചയിച്ചു നൽകി. എന്നാൽ ചില ബസ് ഉടമകളും ജീവനക്കാരും ഇത് പാലിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് RTO ബസ് ഉടമകളുടെ പ്രത്യേക യോഗം ചേർന്നത്. കാട്ടൂർ മുതൽ താണിശ്ശേരി വരെ ബസ്സുകൾക്ക് സഞ്ചരിക്കാൻ 11 മിനിറ്റായി യോഗത്തിൽ നിശ്ചയിച്ചു. കൂടാതെ ഈ റൂട്ടിലോടുന്ന എല്ലാ ബസ്സുകൾക്കും സഞ്ചാര സമയം 3 മിനിറ്റോളം കുറയ്ക്കുകയും ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ PV ബിജു ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ കരീം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KN സന്ദീപ്, ഇരിങ്ങാലക്കുട മേഖലാ സെക്രട്ടറി സജീവൻ മേനോൻ, CP രാജു എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിനു പുറകിൽ ലോറി ഇടിച്ചു കയറിയ അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന വാനിനു പിന്നിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. അങ്കമാലിയിൽ നിന്നും പട്ടിക്കാട് പോവുകയായിരുന്നു ലോറി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കല്ലൂരിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ നായരങ്ങാടി ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞത്. റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട്. നേരത്തെയുണ്ടായ അപകടത്തിൽ തകർന്ന കലുങ്കിന്റെ സംരക്ഷണ ഭിത്തി ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല. കേന്ദ്ര റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ജില്ലയിലെ ആദ്യത്തെ റോഡാണിത്. കൊടും വളവുള്ള ഈ ഭാഗത്ത് റോഡ് ചെരിഞ്ഞ രീതിയിൽ നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപമുണ്ട്. റോഡിന്റെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കൂർ പഞ്ചായത്ത് അംഗം സലീഷ് ചെമ്പാറ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു. ദേശമംഗലം തലശ്ശേരിയിൽ പാഴ്സൽ വാഹനം മതിലിൽ ഇടിച്ചുമറിഞ്ഞ അപകടം. മലപ്പുറം തിരൂരിൽ നിന്നും വാഹനഭാഗങ്ങളുമായി പാലക്കാട്ടേക്ക് പോയിരുന്ന മിനി പാഴ്സൽ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മഴയായതിനാൽ റോഡിൽ തെന്നിയതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറയുന്നു. പ്രദേശവാസിയുടെ മതിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഏനാമാക്കൽ നെഹ്റു പാർക്കിന് മുന്നിൽ റോഡിലെ ചെളി അപകടങ്ങൾക്ക് കാരണമാകുന്നു. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിലെ റിംഗ് ബണ്ട് പൊളിച്ച ശേഷമുള്ള മണ്ണ് കൊണ്ടുപോകുന്നതിനിടെ വീണതാണ് റോഡിൽ ചെളി രൂക്ഷമാകാൻ കാരണം. ഇതിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം കരുവന്തല സ്വദേശി ശ്യാംജിത്തിന് പാർക്കിന് മുന്നിൽ തെന്നി വീണ് പരിക്കേറ്റിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി പേർക്കാണ് ഇവിടെ വീണ് പരിക്കേറ്റിട്ടുള്ളത്. ചെളി നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നിലപാട് ഉണ്ടായില്ലെന്ന് നെഹ്റു പാർക്കിന്റെ കെയർ ടേക്കർ രഞ്ജിനി അനിലൻ പറഞ്ഞു. ബണ്ടിനോട് ചേർന്നിട്ടുള്ള വളയംകെട്ടുണ്ടായിരുന്നു ഇവിടെ. ആ വളയംകെട്ട് പൊട്ടിച്ചതിൻ്റെ മണ്ണ് അവർ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാർക്കിനോട് സമീപത്തുള്ള ആലിൻ്റെ ചോട്ടിൽ ഡംപ് ചെയ്യുകയാണ്. കുറച്ച് ദിവസമായി മഴ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് റോഡിൽ ഇങ്ങനെ ചെളി കൂടുന്നുണ്ട്, എന്തെങ്കിലും വൃത്തി ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ പാർക്കിലേക്ക് ഒരാൾക്ക് കിടക്കാൻ പറ്റില്ല. വരുന്ന 2 വീലറുകളൊക്കെ വഴിക്ക് വീണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികൃതർ, അതായത് നമ്മൾ ഇറിഗേഷനോട് പറയുമ്പോൾ ഇറിഗേഷൻ്റെ റോഡാന്ന് പറയും, പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ റോഡല്ല എന്ന് പറയും, പിന്നെ ടൂറിസത്തിൻ്റെ അല്ല റോഡ്. അപ്പോൾ ഇവർ തമ്മിൽ മത്സരിച്ച് നിന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടാവസ്ഥയിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ട അധികൃതർ ആരാണെങ്കിലും ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എന്തെങ്കിലും ഈ അപകടം മാറ്റാനുള്ള സംവിധാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പാർക്കിന് മുന്നിൽ ചെളിയായതിനാൽ വരുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നതായും വരുന്നവർ മടങ്ങിപ്പോവുകയാണെന്നും പറയുന്നു. വടക്കാഞ്ചേരിയിൽ ബസ്സിൽ കുഴഞ്ഞു വീണ് യാത്രക്കാരൻ മരിച്ചു. കരുമത്ര മുല്ലയ്ക്കൽ വീട്ടിൽ 60 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. തെക്കുംകരയിൽ മകൾ പുതിയതായി വാങ്ങിയ വീട്ടിലെത്തി മടങ്ങവെയാണ് മോഹനന് ബസ്സിനുള്ളിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മൃതദേഹം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചേലക്കര എളനാട് വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. എളനാട് നീളംപള്ളിയാൽ കരിമാംകുഴി പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാട്ടാന നാട്ടിലിറങ്ങി സ്വകാര്യ വ്യക്തികളുടെ കൃഷി നശിപ്പിച്ചത്. എളനാട് സ്വദേശി സുഗതന്റെ 20ഓളം വാഴകളും വിനോദിന്റെ 5 തെങ്ങുകളുമാണ് നശിപ്പിച്ചത്. മലയോര ഗ്രാമമായ എളനാട്ടിൽ വർദ്ധിച്ചുവരുന്ന കാട്ടാനയുടെ ആക്രമണം കാർഷിക വിളകൾക്കും ജീവനും ഭീഷണിയായിരിക്കുകയാണ്. പാറഞ്ഞാണി ബസ് സ്റ്റാൻഡ് ചോർന്നൊലിക്കുന്നു. ബസ് സ്റ്റാൻഡിൽ കുട ചൂടി നിൽക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ. സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വ്യാപാരികളും ദുരിതത്തിലാണ്. ബസ് സ്റ്റാൻഡിന്റെ മേൽക്കൂരയുടെ മധ്യഭാഗത്തെ പാത്തി തകർന്ന് വെള്ളം ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന്റെയും സമീപത്തുള്ള പഞ്ചായത്തിന്റെ കെട്ടിടങ്ങളുടെ നവീകരണത്തിനായും എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും
പാത്തി തകർന്ന് വെള്ളം വീഴുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് മണലൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ NV വാണി പറഞ്ഞു. പുതിയ ടെൻഡർ വെച്ച് ഏതാനും മാസങ്ങൾക്കകം പുതുക്കി പണിയാൻ പദ്ധതിയുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. 4.5 ലക്ഷം രൂപയാണ് ബസ് സ്റ്റാൻഡിലെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മണലൂർ പഞ്ചായത്ത് നീക്കിവച്ചിട്ടുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചാലക്കുടിയുടെ നീതിന്യായ തലപ്പത്ത് ഇപ്പോൾ വനിതാത്രയം. ചാലക്കുടിയിലെ 3 കോടതികളും നിലവിൽ നിയന്ത്രിക്കുന്നത് വനിതകൾ. ചാലക്കുടി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ചുമതല ഇപ്പോൾ വിവീജ സേതുമോഹനാണ്. നേരത്തെയുണ്ടായിരുന്ന പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സിറാജുദ്ദീൻ സ്ഥലം മാറിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജായ വിവീജ സേതുമോഹന് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ചാലക്കുടി കോടതിയുടെ അധിക ചുമതല നൽകി. മുൻസിഫായിരുന്ന MS ഷൈനി സ്ഥലം മാറിയപ്പോൾ ജൂനിയർ സിവിൽ ജഡ്ജായി പാർവതി വിജയനും ചാലക്കുടിയിലെത്തി. 1 വർഷം മുൻപാണ് മറ്റൊരു വനിതയായ VS സവിത ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ചുമതലയേറ്റത്. കലാഭവൻ മണി പാർക്കിൽ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീൽ ചടങ്ങിൽ മൂവരും ഒന്നിച്ചു പങ്കെടുത്തു. TCV ന്യൂസ്, ചാലക്കുടി. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഞായറാഴ്ച നടക്കും. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിക്കും. സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്യും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ നിർവഹിക്കും. നാട്ടികയിൽ വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ 6 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ബീച്ച് സ്വദേശി ചളിങ്ങാട്ട് വീട്ടിൽ രാം സരോജ്, അന്തിക്കാട് പുത്തൻപീടിക സ്വദേശി എടക്കളത്തൂർ വീട്ടിൽ ഷിനോ, കൊല്ലം സ്വദേശികളായ രാം സഹീർ, ശ്രീകുട്ടൻ, ഷൊർണൂർ സ്വദേശി ചെറുകുന്നത്ത് വീട്ടിൽ ഗോകുൽ, കയ്പമംഗലം സ്വദേശി ഐരൂർ കളരിക്കൽ വീട്ടിൽ സൂരജ് എന്നിവരെയാണ് വലപ്പാട് ബീച്ചിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും വാഹനത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ഇരുമ്പു പൈപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്ന PK കുഞ്ഞച്ചന്റെ ചരമവാർഷിക ദിനാചരണം എരുമപ്പെട്ടി നെല്ലുവായിൽ നടന്നു. KSKTU വടക്കാഞ്ചേരി ഏരിയ ദിനാചരണം സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് T. പരമേശ്വരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം P. മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗം K. ശാരദാമ്മ, TK ശിവൻ, AA ആരിഫ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് ഫാർമേഴ്സ് ബാങ്കിൽ ഡയറക്ടറുടെയും ജീവനക്കാരന്റെയും വിയോഗത്തിൽ അനുസ്മരണ യോഗം നടന്നു. ബാങ്ക് ഡയറക്ടർ സണ്ണി വടക്കൻ, ജീവനക്കാരൻ PK പീതാംബരൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത്. സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. മണിശങ്കർ അധ്യക്ഷനായിരുന്നു. TV ഹരിദാസൻ, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, VK ഷറഫുദ്ദീൻ, പ്രിൻസ് കൈമഠത്തിൽ, EV പ്രബീഷ്, MC ലാസർ, PV ആലി തുടങ്ങിയവർ സംസാരിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ അമൽ മാളിയേക്കൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ നടക്കും. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ സ്പോൺസർഷിപ്പ് കൂപ്പണിന്റെ സമ്മാന വിതരണം നടന്നു. ശില്പി ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. സെന്റർ പ്രസിഡന്റ് KA ഖദീജ B അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EV രമേശൻ, CS തിലകൻ, PK റഹീം, കരീം വേണാട്ട്, ഫസീല തുടങ്ങിയവർ സംസാരിച്ചു.
നവീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ തകർന്ന പാഴായി പാറമേൽപ്പടി മായന്നൂർ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കായാമ്പൂവം മുതൽ മായന്നൂർ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ PWD നടത്തിയത്. ഇപ്പോൾ പാറമേൽപ്പടിയിൽ നിന്നും മായന്നൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നിരിക്കുകയാണ്. മായന്നൂർ കാവുവട്ടം പരിസരത്താണ് പ്രധാനമായും റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത്. നിലവിലെ സ്ഥിതിയിൽ വാഹനയാത്രക്കാർക്ക് അപകട സാധ്യത ഏറെയാണ്. മായന്നൂർ ഭാഗത്തൂടെ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. 24 മണിക്കൂർ ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എത്ര മാത്രം വെള്ളം പോകണമെന്ന് അറിയും. നമുക്ക് കാണുമ്പോൾ സങ്കടം വരിക. കാരണം ഒരു മീറ്റർ വിട്ട് അപ്പുറത്ത് പൊട്ടി. ഈ പൈപ്പ് നേരാക്കുന്നത് ശരിയാവുന്നില്ല. അതിന് ഈ പഞ്ചായത്ത് നടപടി എടുക്കണമെന്ന് പറയുള്ളൂ. നമുക്ക് പതിറ്റാണ്ടുകളോളം കാത്തിരുന്നിട്ടാണ് ഒരു നല്ല റോഡ് ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ളത്. ആ റോഡിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം വാട്ടർ അതോറിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പിൽ വെള്ളം പൊട്ടി ആ റോഡ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം കൂടി വരുന്ന ഒരു നാടാണ് ഈ കൊണ്ടാഴി. അപ്പോൾ ഈ PWDയും അതേപോലെ വാട്ടർ അതോറിറ്റിയും അത് അധികാരപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. TCV ന്യൂസ്, തിരുവില്ലാമല. കേരള കർഷക സംഘം കൊണ്ടാഴി സൗത്ത് മേഖലാ സമ്മേളനം സൗത്ത് കൊണ്ടാഴി വ്യാപാര ഭവനിൽ നടന്നു. കർഷക സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി KP ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. CS സജീവൻ അധ്യക്ഷനായിരുന്നു. CPM കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ഗോകുലൻ, മേഖലാ സെക്രട്ടറി KK സിദ്ധാർത്ഥൻ, കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി KP ശ്രീജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര സമ്പൂർണ്ണ നിയോജക മണ്ഡലം കൺവെൻഷൻ തിരുവില്ലാമല വ്യാപാര ഭവനിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ P നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ കുറെ പറഞ്ഞപ്പോഴാണ് അവരിൽ ചിലരും ശരിയാണ് ഇവർ പറയുന്നത് എന്ന് പറയാൻ തുടങ്ങിയത്. ഇപ്പോ അതിനൊരു സമാധാനമായില്ലേ? ഇപ്പോ പഴയന്നൂർ പഞ്ചായത്തിൽ ആനയിറങ്ങിയ കരുമാംകുടിയിൽ CI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി. വാർഡംഗം C ശ്രീകുമാർ, പൊതുപ്രവർത്തകരായ സജിത് ഇളനാട്, സുരേഷ് വാഴിയോട്, എൽദോസ് ഐസക് എന്നിവർ പ്രദേശവാസികളുടെ ആശങ്ക അറിയിച്ചു. ജനങ്ങളുടെ ആവശ്യപ്രകാരം സംരക്ഷണ ഗ്രൂപ്പ് ഉണ്ടാക്കാനും നൈറ്റ് പെട്രോളിംഗ് ഏർപ്പെടുത്താനും തീരുമാനമായി. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സ തുടരുന്ന പാഴിയോട്ടുമുറി കുന്നത്തുപുരയ്ക്കൽ സുനിലിനും കുടുംബത്തിനും നാടിന്റെ കൈത്താങ്ങ്. എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് ലോട്ടറി തട്ട് നൽകി ഉപജീവനത്തിന് വഴിയൊരുക്കിയത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലെ താമസക്കാരനായ സുനിൽ വർഷങ്ങളോളമായി വൃക്കരോഗത്തിന് ചികിത്സയിലാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് നടത്തിയും ആഴ്ചയിൽ 2 തവണ രക്തം മാറ്റിയുമാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിന് ആഴ്ചയിൽ 6400 രൂപ ചിലവ് വരുന്നുണ്ട്. വൃക്ക മാറ്റിവെക്കാൻ 24 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബമായതിനാൽ മരുന്ന് വാങ്ങുന്നതിനും വീട്ടുചിലവിനും വലിയ പ്രയാസം നേരിടുകയാണ്. എൻ്റെ കിഡ്നി ഫെയിലിയറായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാടിനും നാട്ടുകാർക്കും വന്ന കൂട്ടായ്മ വന്ന് ശ്രീകാന്തേട്ടനും ജോസേട്ടനും വന്നിട്ടാണ് അവർ ഈ സംരംഭം വന്നപ്പോൾ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എല്ലാവരും ഇതൊന്നും ഒരു ലോട്ടറി എടുത്ത് എന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും സഹകരിക്കണം. ഈ സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എരുമപ്പെട്ടി നാടിനും നാട്ടുകാർക്കും എന്ന കൂട്ടായ്മ ഉപജീവനത്തിനായി ലോട്ടറി തട്ട് നൽകിയത്. കൂട്ടായ്മ കോർഡിനേറ്റർ ജോയ്സൺ പുലിക്കോട്ടിൽ ലോട്ടറി തട്ട് സുനിലിനെ കൈമാറി. ആളുടെ അവസ്ഥ ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയായിരുന്നു. 2 ദിവസം മുമ്പ് ഡയാലിസിസ് ആണ്. പിന്നെ അത് ബ്ലഡ് ശുദ്ധീകരിക്കുന്ന ആഴ്ചയിൽ 1000 രൂപ വെച്ചിട്ട് 2 പ്രാവശ്യം ആഴ്ചയിൽ ബ്ലഡ് ശുദ്ധീകരിക്കും, അതും വേണം. അങ്ങനെ അത്രയും വിഷമമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾക്കൊരു ലോട്ടറിയുടെ തട്ടിടാന്നുള്ളൊരു പരിപാടി ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഔട്ടുമുറിയിൽ ഇത് ഇട്ടിട്ടുള്ളത് ആളെ. അപ്പോൾ എല്ലാവരും ആളെന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ
ആൾക്ക് കിഡ്നി മാറ്റിക്കാൻ ആളുണ്ട്, അതൊക്കെ ഉണ്ട്. അതിലിപ്പോൾ എല്ലാവരും കൂടി പിരിച്ചിട്ടൊക്കെ ഒരു 11 ലക്ഷം ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഒന്നും കൂടി വിചാരിച്ചാൽ ആളെന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സുനിലിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ സുനിലിന്റെയും ഭാര്യ രജിതയുടെയും പേരിലുള്ള ഈ അക്കൗണ്ട് നമ്പറിലോ ഗൂഗിൾ പേ നമ്പറുകളിലോ സഹായം അയക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. പരിയാരം മോതിരക്കണ്ണിയിൽ വീട് കത്തിനശിച്ചു. പ്ലാവിട മനോഹരന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. ശനിയാഴ്ച രാത്രി 7:30 സംഭവം നടക്കുമ്പോൾ സമീപത്തെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കോർപ്പറേഷൻ ഒല്ലൂർ ലൈബ്രറിയും അകം സാംസ്കാരിക വേദിയും ചേർന്ന വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിന്റെ മലയാള വിവർത്തനത്തിന്റെ 100ാം വാർഷികം ഞായറാഴ്ച ആഘോഷിക്കും. വൈകിട്ട് നടക്കുന്ന വാർഷികാഘോഷം പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അകം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡോ ജോൺ, എക്സിക്യൂട്ടീവ് മെമ്പർ രാജീവ് മങ്ങാട്ട്, സെക്രട്ടറി AA ജോസ്, കോർപ്പറേഷൻ ലൈബ്രറി എക്സിക്യൂട്ടീവ് മെമ്പർ ജയൻ C ചിറ്റാട്ടിൽ, അകം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ചലച്ചിത്ര സംവിധായകൻ മണിലാൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TN അജയകുമാർ അധ്യക്ഷനായി. ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PN ദേവിപ്രസാദ്, വാർഡ് മെമ്പർ ഹേന രമേശ്, TR സുരേഷ് ലാൽ, MM പ്രതാപൻ, പ്രദീപ് ലാൽ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. വടക്കാഞ്ചേരി KP കുന്ന് തടത്തിലകത്ത് വീട്ടിൽ ആയിഷയാണ് ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും സഹായം തേടുന്നത്. കിഡ്നിക്ക് മുകളിലായി രൂപപ്പെട്ട 2 മുഴകൾ നീക്കം ചെയ്യുവാൻ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ട ആയിഷയുടെ മകൻ സനിലിന്റെ തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. ഇതിനകം തന്നെ 6 ശസ്ത്രക്രിയ ആയിഷയ്ക്ക് നടത്തിക്കഴിഞ്ഞു. 8 വർഷം മുൻപാണ് ആയിഷയ്ക്ക് രോഗം പിടിപെടുന്നത്. തൊണ്ടയിൽ രൂപപ്പെട്ട മുഴ ഓട്ടുപാറയിൽ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തിരുന്നു. ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും RCCയിലും ചികിത്സ തേടിയിരുന്നു. നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ ഗർഭാശയത്തിലും ശ്വാസകോശത്തിലും മുഴകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവയും ശസ്ത്രക്രിയയിലൂടെ എടുത്തുകളയണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഷുഗർ ഉൾപ്പെടെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ആയിഷയ്ക്ക് മരുന്നിനും ചികിത്സയ്ക്കുമായി മാസം 5000-ഓളം രൂപ ചിലവ് വരുന്നുണ്ട്. മുൻപ് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് കഠിനമായ ജോലികൾ എടുക്കാൻ കഴിയാത്തതിനാൽ ആയിഷയ്ക്ക് കൂലിപ്പണിക്ക് പോലും പോകാൻ കഴിയില്ല. പരുത്തിപ്രയിലെ സന്നദ്ധ സംഘടന വഴി എല്ലാ മാസവും ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റ് കൊണ്ടാണ് കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ടു പോകുന്നത്. SSLC പാസ്സായ 2ാമത്തെ മകൻ ഷാനിബ് സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് പഠനം ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ പണം സുമനസ്സുകളുടെ സഹായത്താൽ കണ്ടെത്താനാകുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. എനിക്ക് 3 സർജറികൾ നടത്താനുണ്ട്. ഇത് ഫസ്റ്റിൽ നടത്തേണ്ടത് കിഡ്നിയുടെ മേലത്തെ മുഴകളാണ്. അതിൽ പോസിറ്റീവായിട്ടാണ് കാണാനുള്ളത്. അതിപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ കഴിച്ച് കളയണം. പിന്നെ ശ്വാസകോശത്തിൻ്റെ അവിടെ മുഴയുണ്ട്, ഗർഭപാത്രത്തിൽ മുഴകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണം. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണ്. പിന്നെ ഈ മരുന്നിൻ്റെ കാര്യങ്ങളും വീട് ആധാരം പണയത്തിലാണ്, അതിൽ ഉഴക്കലും എല്ലാം കൊണ്ട് എത്തണില്ല. ആയിഷയെയും കുടുംബത്തെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാനറ ബാങ്ക് മുളങ്ങുന്നത്തുകാവ് ശാഖയിൽ ആയിഷയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ്. ആയിഷ KH, അക്കൗണ്ട് നമ്പർ 1102 1931 5172. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മുത്രത്തിക്കര സ്വദേശിയായ യുവാവിനെ കാണാതായതായി പരാതി. തെക്കുംപുറം ജോസിന്റെ മകൻ ജോമോനെയാണ് വെള്ളിയാഴ്ച മുതൽ കാണാതായതായി പരാതിയുള്ളത്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലോ 9072510862 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ കെട്ടിടത്തിന്റെ നടവഴിയിൽ പലയിടത്തായി രക്തം കണ്ടെത്തിയത് ആശങ്കയ്ക്കിടയാക്കി.
ഹൈടെക് മെഡിക്കൽ ലാബ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. സംഭവം അറിഞ്ഞ അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചോരയിൽ ചവിട്ടി തെരുവ് നായ്ക്കൾ ഓടിയതും പോലീസിനെ കുഴയ്ക്കുന്നു. അപകടകാരികളായ നായ്ക്കളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ കെട്ടിടത്തിന് സമീപത്തെ പൈപ്പിൻ ചുവട്ടിലും രക്തം കണ്ടെത്തിയതോടെയാണ് നാട്ടുകാർക്ക് സംശയമേറിയത്. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം. ഊരകം സെന്ററിൽ ബസ് ബൈക്ക് യാത്രക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചുകയറി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ഓടുന്ന അശ്വതി ബസ്സാണ് മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിൽ ബൈക്ക് യാത്രക്കാരുടെ മേൽ ഇടിച്ചുകയറിയത്. പരിക്കേറ്റവരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9320 രൂപ, പവന് 74,560 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4312 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവം. അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഡിഎംഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മ്ലാവിറച്ചി കഴിച്ചുവെന്ന് ആരോപിച്ച് അറസ്റ്റ്. പേരാമ്പ്ര സ്വദേശികൾ ജയിലിൽ കിടന്നത് 39 ദിവസം. വീട്ടിൽ നിന്നും കണ്ടെടുത്ത മാംസം വന്യമൃഗത്തിന്റേതല്ലെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ തീപിടുത്തം. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ ബർഗർ ഷോപ്പിലെ അടുക്കളയിൽ തീപിടിച്ചു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. നെല്ലിക്കുന്ന് പള്ളിക്ക് എതിർവശം BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിന് തീപിടിച്ചു. മഴ കനത്തതോടെ ഗുരുവായൂർ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. പാവർട്ടിയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ട്. മാള അഷ്ടമിച്ചിറയിൽ 4 ആടുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു. പുളിയിലക്കുന്ന് വെള്ളാനി ആനിയുടെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. ചാലക്കുടിയിലെ സ്വകാര്യ ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. നഗരസഭാ അധികൃതരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. മണ്ണിടിഞ്ഞുപോയ റോഡരികിലെ 50 മീറ്റർ ദൂരം അടിയന്തരമായി സുരക്ഷിതമാക്കാൻ നിർദ്ദേശം. കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനടുത്താണ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിന്റെ നിർമ്മാണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.